മോദി ഭരണത്തിൽ ക്രൈസ്തവർ സുരക്ഷിതരെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോൺ ബെർല. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. റബ്ബർ ബോർഡ് ചെയർമാനുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള ബിജെപി നേതാക്കളുടെ സൗഹൃദ സന്ദർശനത്തിന്റെ തുടർച്ചയായിട്ടാണ് കേന്ദ്ര ന്യൂനകാര്യ സഹമന്ത്രി കാക്കനാട് സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയത്. രാവിലെ 9 മണിക്കെത്തിയ ജോൺ ബെർല മാർ ജോർജ് ആലഞ്ചേരിയുമായി 3/4 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും മോദി ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരാണെന്നും ജോൺ ബെർല പറഞ്ഞു. 2014 മുതൽ ക്രൈസ്തവർക്ക് നല്ല പരിഗണന ലഭിക്കുന്നുണ്ട്. With Bishop and in Modi government, Christian are safe, and that's why I came here to. There is many things to development our Christian people, so I came here to awareness our Christian people and Bishop, and we meet and we talk for the development. റബ്ബറിന്റെ താങ്ങുവില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് റബ്ബർ ബോർഡ് ചെയർമാനുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് കോട്ടയത്താണ് കൂടിക്കാഴ്ച. ആലഞ്ചേരിക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ബിജെപി നേതാക്കളുടെ സന്ദർശനം കാപട്യമാണെന്നും ആട്ടിൻതോലിട്ട ചെന്നായ്ക്ക് സമാനമാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും ക്രിസ്തുമത വിശ്വാസികളും ബിജെപിയെ ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇത് ആട്ടിൻതോലിട്ട ചെന്നായുടെ രൂപത്തിലാണ് ഇവര് ഈ അരമനകൾ സന്ദർശിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. ന്യൂസ് 18 കൊച്ചി. റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയെങ്കിലും ആക്കണമെന്ന് തോമസ് ചാഴികാടൻ എം പി. റബ്ബർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേദിയിലാണ് തോമസ് ചാഴികാടൻ എം പി ഈ ആവശ്യം ഉന്നയിച്ചത്. റബ്ബർ കർഷകന്റെ പ്രശ്നങ്ങൾക്ക് നാളുകളായി പരിഹാരമില്ല. വിഷയം പലതവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു.